കുടുംബങ്ങൾക്കായുള്ള പ്രത്യേക സിനഡ് റോമിൽ ആരംഭിച്ചത് 2014 ഒക്ടോബർ 5-ാം തീയതിയായിരുന്നു. അന്നേ ദിനം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സിനഡ് പിതാക്കന്മാരോടൊപ്പം വിശുദ്ധ ബലിയർപ്പിച്ചു. വിശുദ്ധ ബലിയോടൊപ്പം നടത്തിയ ആമുഖ പ്രഭാഷണത്തിൽ പരിശുദ്ധ പിതാവ് പ്രത്യേകമായി ലോകത്തിലുള്ള എല്ലാ അജപാലകരോടും പറഞ്ഞു, കർത്താവ് നട്ടുപിടിപ്പിച്ച മുന്തിരിത്തോപ്പ് കാടുകയറി ഫലശൂന്യമാകുവാൻ ഇടയാകരുത്. ഓരോ കുടുംബവും ഫലദായകമായ മുന്തിരിത്തോട്ടം പോലെ ആയി മാറണം. പരിശുദ്ധ പിതാവ് തുടർന്ന് സൂചിപ്പിച്ചു, ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾ പലതും പ്രശ്നങ്ങളിലാണ്. ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് കുടുംബങ്ങളെല്ലാം സ്വർഗതുല്യമായ സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവും കൂടുതൽ തിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. കാരണം സമൂഹത്തിൻ്റെ തന്നെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് കുടുംബം. സീസറോ പറഞ്ഞിട്ടുള്ളത് സെമിനാരിയും റിപ്പബ്ലിക്കെ എന്നാണ്. ഒരു കുടുംബം ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന വിത്താണ്. പരിശുദ്ധ പിതാവ് ഈ കാര്യവും അന്ന് എടുത്തു പറഞ്ഞു. നമുക്കിന്ന് പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളെപ്പറ്റി, കുടുംബത്തിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകളും പ്രയാസങ്ങളും എങ്ങനെ അവ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് കൂടുതൽ വിചിന്തനം ചെയ്യുവാൻ പരിശ്രമിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം കാണുക യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതത്തിൻ്റെ വിവരണമാണ്. ഒരു വാക്യം നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടുമിരുന്നു. നമ്മുടെ ഭവനങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും രക്ഷകനായ യേശുവിൻ്റെ സാന്നിധ്യവും നിരന്തരം ഉണ്ടാകണം. യേശുവിൻ്റെ നിരന്തര സാന്നിധ്യം, സാമീപ്യം നിരന്തരം ഉണ്ടാകണം. കാനായിലെ ഈ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തികയാതെ വരുമ്പോൾ അവിടെ ആ ആഘോഷം കലുഷിതമാകുകയാണ്, അസ്വസ്ഥരാകുകയാണ് ആ കുടുംബം. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ആ അസ്വസ്ഥതയെല്ലാം അകന്നുകൊണ്ട് ആശ്വാസത്തിൻ്റെ പുതിയ അനുഭവം അവരിലേക്ക് കടന്നു വരുന്നു. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക, അതാണ് അമ്മ അവരോട് പറയുക. ഒരുപക്ഷേ ഈ പുതിയ നിയമത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ആകെ കാണുന്ന അമ്മ നമ്മോട് പറയുന്ന ഏകവാക്യം, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക എന്നതാണ്. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച്, അവിടുത്തെ വിശുദ്ധ പദ്ധതി അനുസരിച്ച് നാം കുടുംബത്തിലെ കാര്യങ്ങൾ തിരിച്ചുവിടുമ്പോൾ കുടുംബത്തിൽ എന്നും അനുഗ്രഹത്തിൻ്റെ പുതുവീഞ്ഞ് നിറഞ്ഞു നിൽക്കും. കൃപാവരത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പുതുവീഞ്ഞ് കടന്നു വരും. അതാണ് കാനായിലെ വിവാഹ വിരുന്നിൻ്റെ വിവരണം നമ്മെ ഓർപ്പിക്കുക. ഒരു ആംഗലേയ കവി ഈ അത്ഭുത വിവരണത്തെ
ചെറിയ 2 വാക്യത്തിൽ, പ്രത്യേകിച്ച് യേശു കൽഭരണിയിലെ വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുത വിവരണത്തെ 2 കൊച്ചു വാക്യങ്ങളിൽ ചുരുക്കിയിരിക്കുന്നത് അതിശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുക, ജീസസ് ലുക്ഡ് ആൻഡ് ദ വാട്ടർ ബ്ലഷ്ഡ് എന്നാണ്. യേശു ആ കൽഭരണിയിലെ വെള്ളത്തിലേക്ക് നോക്കി, ആ കൽഭരണിയിലെ വെള്ളം ചുവന്നു തൊടുത്തു. ജീസസ് ലുക്ഡ് ആൻഡ് ദ വാട്ടർ ബ്ലഷ്ഡ്. യേശുവിൻ്റെ ഒരു കരുണാകടാക്ഷം മാത്രം മതി, അവിടുത്തെ സ്നേഹസാന്നിധ്യം മതി. വില കുറഞ്ഞ വെള്ളം വിലപിടിപ്പുള്ള വിലയുറ്റ വീഞ്ഞായി മാറുവാൻ, കുടുംബത്തിലെ സാഹചര്യങ്ങളെല്ലാം പുതിയൊരു അനുഭവത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ യേശുവിൻ്റെ കരുണാകടാക്ഷം മതി. നമ്മുടെ എല്ലാ ഭവനങ്ങളിലേക്കും, ഭവനത്തിലെ എല്ലാ ആഘോഷങ്ങളിലേക്കും നിർബന്ധമായും യേശുവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. അവിടുത്തെ പരിശുദ്ധ അമ്മയുടെ സ്നേഹസാമീപ്യം, പ്രത്യേകിച്ച് പ്രതിസന്ധികൾ കണ്ടറിയുന്ന അമ്മ, ആ പ്രതിസന്ധികളിൽ ഇടപെടുന്ന അമ്മ നമുക്കുണ്ടാകണം. ആ സ്വർഗീയ അമ്മയുടെ സാന്നിധ്യം നാം എന്നും ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ അവളുടെ മാധ്യസ്ഥത വഴി യേശുവിൻ്റെ കൃപാവരത്തിൻ്റെ ഇടപെടലുകൾ കുടുംബത്തിലുണ്ടാകണം. അപ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ പുതുവീഞ്ഞ് സമൃദ്ധമായി കുടുംബത്തിൻ്റെ ഉണ്ടാകുക, ആഘോഷങ്ങൾ എന്നും അർത്ഥസമ്പുഷ്ടമായി മാറുക. പുതിയ നിയമത്തിൽ യേശുവിനെ തങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ അനേകം ഉദാഹരണങ്ങളുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പത്രോസ് തൻ്റെ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുന്നു. കാരണം പത്രോസിൻ്റെ അമ്മായിയമ്മ രോഗബാധിതയായി കിടപ്പായിരുന്നു, പനി പിടിച്ച് കിടക്കുപ്പായിരുന്നു. യേശു അവളുടെ അടുത്തു ചെന്ന് അവളെ കൈക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. നമ്മുടെ കുടുംബങ്ങളിലും രോഗങ്ങളുടെ അവസ്ഥയിൽ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറയ്ക്കുന്ന അവസരങ്ങളിൽ, പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നിറയുന്ന അവസരങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടാകണം. അപ്പോസ്തല പ്രമുഖൻ യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുക. ആ വിശുദ്ധ സാന്നിധ്യം കൊണ്ട് രോഗങ്ങൾ വിട്ടുമാറും, സന്തോഷം കുടുംബത്തിൽ വീണ്ടും കടന്നു വരും, ശുശ്രൂഷയുടെ അനുഭവം കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. പത്രോസിൻ്റെ അമ്മായിയമ്മയെ യേശു സുഖപ്പെടുത്തുമ്പോൾ അവൾ അവരെ ശുശ്രൂഷിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യത്തിൽ. കുടുംബത്തിലെ പ്രതിസന്ധികളെല്ലാം അകന്നു മാറുക യേശുവിനെ കുടുംബത്തിലേക്ക് നാം ക്ഷണിച്ച് വരുത്തുമ്പോഴാണ്. അവിടുത്തെ സ്നേഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സാന്നിധ്യം രോഗങ്ങൾ വിട്ടുമാറുവാനും സന്തോഷത്തിൻ്റെ പുതിയ അനുഭവം നിറഞ്ഞു നിൽക്കുവാനും ഇടയാകും. പത്രോസിൻ്റെ അനുഭവവും പത്രോസിൻ്റെ കുടുംബത്തിൻ്റെ അനുഭവവും ഇതായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടുന്നു. സിനഗോഗ് അധികാരിയാണ് അയാൾ, ജായിറോസ് എന്ന മനുഷ്യൻ. ആ മനുഷ്യൻ്റെ കൊച്ചുമകൾ രോഗിയായി കിടക്കുകയാണ്. അയാൾ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് വിളിച്ചപേക്ഷിക്കുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ അദ്ദേഹം വിളിച്ചപേക്ഷിക്കുന്ന ഇതാണ്: എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈവച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന തീർച്ചയായും നാഥൻ ശ്രമിക്കും. അടുത്ത വാക്യം ഇതാണ്: യേശു അവൻ്റെ കൂടെ പോയി. അങ്ങനെ കൂടെ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന
സൗഖ്യദായകനായ യേശുവിനെ കുടുംബത്തിലേക്ക് ക്ഷണിക്കണം. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഉറപ്പുവരുത്തണം. അവിടുന്ന് രോഗാവസ്ഥയിൽ, പ്രതിസന്ധികളുടെ അവസരങ്ങളിൽ നമ്മുടെ സാമീപ്യത്ത് വന്ന് ആശ്വാസവും അനുഗ്രഹവും പ്രദാനം ചെയ്യും. ഈ മാർക്കോസിൻ്റെ വിവരണത്തിൽ 5-ാം അധ്യായം 25 മുതലുള്ള വാക്യത്തിൽ വളരെ ഹൃദയസ്പർശിയായ മറ്റൊരു അത്ഭുത വിവരണം കൂടിയുണ്ടല്ലോ. രക്തസ്രാവക്കാരിയായ ആ സ്ത്രീ, അവൾ കർത്താവിൻ്റെ ആ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് സ്പർശിച്ചാൽ അവൾക്ക് അത്ഭുതകരമായ സൗഖ്യം അനുഭവപ്പെട്ടു. എത്ര തിക്കും തിരക്കുമുണ്ടെങ്കിലും, എത്രയോ പേർ യേശുവിൻ്റെ സന്നിധാനത്തിൽ വന്നിരുന്നാലും വിശ്വാസത്തോടു കൂടിയ ഒരു സ്പർശനം അതിന് വലിയ ഒരു പ്രതിഫലം ജീവിതത്തിൽ ലഭ്യമാകുന്നു. ഈ രക്തസ്രാവ സ്ത്രീ എത്രയോ വർഷം കഷ്ടപ്പെട്ടു, എത്രയോ വർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രയാസം അനുഭവിച്ചു. പക്ഷേ ആ കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് സ്പർശിച്ചപ്പോൾ അവൾക്ക് ആശ്വാസം ലഭിക്കുകയാണ്. വിശ്വാസത്തോടു കൂടിയ ഒരു സ്പർശനം, അവിടുത്തെ കരതല സ്പർശനം ഒന്ന് മാത്രം മതി അന്ധത വിട്ടകലുവാൻ. അവിടുത്തെ സ്നേഹ സാന്നിധ്യം, സാമീപ്യം ഒന്ന് മാത്രം മതി ആശ്വാസത്തിൻ്റെ പുതിയ അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ. യേശു ജായിറുസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവ് പറയുക ഇതാണ്: ബാലികയെ എഴുന്നേൽക്കുക, തലിത്താ കൂം. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. അതാണ് യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ജായിറൂസിനുണ്ടായ ആശ്വാസത്തിൻ്റെ അനുഭവം. അദ്ദേഹം യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയതാണ്, ക്ഷണിച്ചു കൊണ്ടുപോയതാണ്, കൂട്ടിക്കൊണ്ടുപോയതാണ്. നാമും നമ്മുടെ കുടുംബത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ അപേക്ഷയിലൂടെ യേശുവിനെ കുടുംബത്തിലേക്ക് ക്ഷണിക്കണം. അപ്പോഴാണ് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളുണ്ടാകുക. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കേവുസിൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കൊന്നാ യേശുവിനെ കാണണം. ആ ഒരു ചെറിയ ആഗ്രഹത്തിൽ തുടങ്ങിയത് തൻ്റെ ജീവിതത്തിൻ്റെ തന്നെ വലിയ പരിവർത്തനത്തിലേക്ക്, ജീവിതത്തിൽ തന്നെ വലിയ കൃപാവരത്തിൻ്റെ കുത്തൊഴുക്കിലേക്ക് അയാളെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. സക്കേവൂസ് സിക്കമോർ മരത്തിൽ കയറിയിരിക്കുക, യേശുവിനെ ഒന്നൊരു നോക്ക് കാണുവാൻ. സിക്കമോർ മരത്തിൻ്റെ കീഴിൽ വരുന്ന കർത്താവ് മുകളിലേക്ക് നോക്കിയിട്ട് സക്കേവൂസിനോട് പറയുന്നു: ഞാൻ ഇന്നെനിക്ക് നിൻ്റെ ഭവനത്തിൽ വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ സക്കേവൂസിനെ ഭവനത്തിൽ സ്വീകരിക്കുന്ന കർത്താവിനെ ഭവനത്തിൽ സ്വീകരിക്കുന്ന സക്കേവൂസ് ജീവിതത്തിൻ്റെ ഒരു പരിവർത്തനം ആരംഭിക്കുന്ന അനുഭവമായി മാറുന്നു. അയാൾ എല്ലാവരുടെയും മുൻപിൽ എഴുന്നേറ്റ് പറയുന്നത് ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ: കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുക, കുടുംബനാഥൻ്റെ മാത്രമല്ല കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം പുതിയ ഒരു പാതയിലേക്ക്, പരിവർത്തനത്തിൻ്റെ പന്ഥാവിലേക്ക് നയിക്കുവാൻ തുടങ്ങുന്നു. പഴയ ജീവിതത്തിലെ പോരായ്മകളെല്ലാം കൂടുതൽ മനസ്സിലാക്കുവാൻ, പഴയ ജീവിതത്തിലെ പോരായ്മകൾ മനസ്സിലാക്കി തെറ്റുതിരുത്തുവാൻ, പുതിയ പാതയിലൂടെ പുത്തൻ ജീവിതം തുടങ്ങുവാൻ ഉള്ള തീരുമാനത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ യേശുവിനെ നാം ക്ഷണിച്ചു വരുത്തണം. നമ്മുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണം.
നമ്മുടെ പ്രാർത്ഥന വഴി, യേശുവുമായുള്ള ആ സമ്പർക്കം വഴി ജീവിതത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ പാതയിലൂടെ നമ്മുടെ ജീവിതം തിരിച്ചുവിടാനാകണം. സഖ്യവൂസിൻ്റെ ഭവനത്തിൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ പരിവർത്തനം ശ്രദ്ധിച്ചപ്പോൾ യേശു അയാളോടും കൂടെ ഉണ്ടായിരുന്നവരോടും പറയുന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ രക്ഷ കൈവരിക യേശുവിൻ്റെ സാന്നിധ്യം, രക്ഷകനായ കർത്താവിൻ്റെ സാമീപ്യം ഉള്ളപ്പോഴാണ്. എന്താണ് രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം? മരണശേഷം സംഭവിക്കുന്ന ഒന്ന് അല്ല, അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, ഐശ്വര്യത്തിൻ്റെ അനുഭവമാണ് രക്ഷ. നമ്മുടെ കുടുംബങ്ങളിൽ ഈ സമാധാനവും സന്തോഷവും നിലനിൽക്കണം. നസ്രത്തിലെ ആ കൊച്ചു ഭവനം യൗസേപ്പിതാവും പരിശുദ്ധമ്മയും ഉണ്ണിയേശുവും ആയിരിക്കുന്ന ആ കുടുംബം, അവിടെ എന്നും ആ സ്വർഗതുല്യമായ സന്തോഷവും സമാധാനവും നിന്നിരുന്നു. കാരണം മാതാപിതാക്കന്മാരനുസരിക്കുന്ന ഒരു കുഞ്ഞ്, ഒരു ബാലൻ, വിശുദ്ധിയിലും വിവേകത്തിലും വിജ്ഞാനത്തിനും വളർന്നു വരുന്ന ഒരു ബാലൻ അവിടെയുണ്ട്. എല്ലാം ദൈവത്തിരുമനസ്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരമ്മ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മാലാഖയോട് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം, ദൈവത്തിനൊന്നും അസാധ്യമല്ല. പിന്നീട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രതിവചിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആ ദൈവത്തിൻ്റെ തിരുച്ചിത്തമനുസരിച്ച് തിരിച്ചുവിടുന്ന ഒരു സ്നേഹമയിയായ കുടുംബനാഥ, കൂടാതെ നീതിമാനായ ഒരു കുടുംബനാഥൻ വിശുദ്ധ ഔസേപ്പിതാവ്. ഈ ഒരു കോമ്പിനേഷൻ ആണ് ഒരു കുടുംബത്തിൻ്റെ വിജയം. ദൈവത്തിൽ സമർപ്പിക്കുന്ന അമ്മ, നീതിബോധമുള്ള പിതാവ്, വിവേകത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളരുന്ന ഒരു മകൻ. അങ്ങനെയുള്ള കുടുംബങ്ങളാകണം നമ്മുടേത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇത് ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ വിരുന്നുമേശകളിൽ യേശുവെന്ന അതിഥിയുടെ സാന്നിധ്യം എന്നുമുണ്ടാകണം. നമ്മുടെ സൽക്കാരങ്ങളിൽ യേശുവെന്ന രക്ഷകൻ്റെ സാന്നിധ്യം എപ്പോഴും ഉറപ്പുവരുത്തണം. നമ്മുടെ ഭവനങ്ങളിലേക്ക് യേശുവിനെ എന്നും ക്ഷണിച്ചു വരുത്തണം. യേശുവും നമ്മോടൊപ്പം ഊണുമേശയിൽ ഒരുമിച്ച് ഭക്ഷിക്കുവാനുണ്ടാകണം. അങ്ങനെയുള്ള മേശകളിൽ എന്നും സൗഹൃദവും സ്നേഹവും സംതൃപ്തിയും സൗഭാഗ്യവും വരുന്ന വിഭവങ്ങൾക്കൊപ്പം കുടുംബാംഗങ്ങൾക്ക് ആസ്വദിക്കാനാകും. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. യേശുവിനോടൊപ്പമുള്ള ഭക്ഷണമാണ് സ്വാദിഷ്ടമായ ഭക്ഷണം. അവിടുന്ന് പകുത്തു നൽകുന്ന അപ്പമാണ് നമ്മളുടെ കണ്ണുകളെ തുറപ്പിക്കുന്നതും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നതും. ലൂക്കായുടെ സുവിശേഷം തന്നെ എമ്മാവുസിലേക്ക് കടന്നു പോകുന്ന ശിഷ്യന്മാരുടെ അനുഭവം അതായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അവർ ഭയചകിതരായിട്ടാണ് തങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് അകന്ന് കടന്നു പോകുക. കർത്താവ് ഞങ്ങളോടൊപ്പം ആയിരിക്കുക, അതാണ് അവർ കർത്താവിനോട് അപേക്ഷിച്ചത്.
അങ്ങനെ ക്രിസ്തുവിനെ തങ്ങളോടൊപ്പം ക്ഷണിച്ചപ്പോൾ ക്രിസ്തു അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം അപ്പം പകുത്തു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവർ ജീവിതത്തിലെ പോരായ്മകൾ തിരിച്ചറിഞ്ഞു. വീണ്ടും സമൂഹത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള തീരുമാനമുണ്ടായി. നമ്മുടെ ഓരോ കുടുംബത്തിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നാം ഉറപ്പുവരുത്തണം. കുടുംബത്തിലെ ഓരോ ബന്ധത്തിലും രക്ഷകനായ യേശുവിനെ കണ്ടെത്തണം. അപ്പോഴാണ് ജീവിതത്തിലെന്നും ആശ്വാസവും അനുഗ്രഹവും, കുടുംബത്തിലെന്നും സംതൃപ്തിയും സൗഭാഗ്യവും നിറഞ്ഞു നിൽക്കുക. തോബിയാസിൻ്റെ പുസ്തകത്തിൽ കൊച്ചു തോബിയാസും ഭാര്യ സാറായും അവരുടെ വിവാഹത്തിൻ്റെ പ്രഥമ രാത്രിയിൽ ഒരുമിച്ച് മുട്ടിന്മേൽ നിന്ന് നടത്തുന്ന പ്രാർത്ഥന ശ്രദ്ധേയമാണ്. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും എപ്രകാരം പ്രാർത്ഥിക്കണമെന്നതിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണം തോബിയാസിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങളിൽ നാം ഇത് കാണുന്നു. തോബിയാസ് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് തൻ്റെ ഭാര്യ സാറയോടൊപ്പം: കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, പരിശുദ്ധമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. ഈ പരിശുദ്ധമായ പ്രേമം, ദൈവത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൻ്റെ അന്ത്യനാൾ വരെ കുടുംബങ്ങളിൽ, ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഭാര്യ ഭർത്താക്കന്മാർ എന്നും അനുസ്മരിക്കുകയും അവർ ഒരുമിച്ചുള്ള പ്രാർത്ഥന എന്നും ഉണ്ടാവുകയും വേണം. ഉത്തമമായ കുടുംബജീവിതത്തിന് അത്യന്താപേക്ഷിതമായ 4 കാര്യങ്ങളിൽ പരമപ്രധാനമായ കാര്യം ഒന്ന് ഈ പ്രാർത്ഥനയാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കുടുംബജീവിതത്തിൽ പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകേണ്ടതാണ്. എത്ര തിരക്കുണ്ടെങ്കിലും, എന്തെല്ലാം ആവശ്യങ്ങൾ വന്നാലും അവർ ഒരുമിച്ച് അല്പനേരമെങ്കിലും, ഏതാനും നിമിഷമെങ്കിലും ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചുള്ള പ്രാർത്ഥന കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളൊന്നാണ്. രണ്ടാമത്തേത് അവർ തമ്മിലുള്ള ഡയലോഗ്, പരസ്പരമുള്ള ആ സ്നേഹം, ആശയവിനിമയം. ഭാര്യയുടെ ജീവിതത്തിൽ ഭർത്താവ് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടാകരുത്. ഭർത്താവിൻ്റെ ജീവിതത്തിൽ അപ്രകാരവും. പലപ്പോഴും ഈ മൊബൈൽ ഫോണും ആധുനിക കമ്മ്യൂണിക്കേഷൻ മീഡിയകളും വരുമ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര ആശയവിനിമയം കുറഞ്ഞു പോകുന്നുണ്ട്. പല കുടുംബങ്ങളുടെയും പ്രശ്നം അതാണ്. അപ്പോൾ ആദ്യത്തേത് പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത്തേത് പരസ്പരമുള്ള ഡയലോഗ് അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമായ ആശയവിനിമയം. മൂന്നാമത്തേത് മരണം വരെ നീണ്ടു നിൽക്കേണ്ട ആ വിശ്വസ്തത, സ്നേഹം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദവും ഹവ്വായും തമ്മിലുള്ള പ്രഥമ സമാഗമ മുഹൂർത്തത്തിൽ ഹവ്വയെ നോക്കി ആദം പറയുക, ഇവളെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണെന്ന്. ഇതുപോലെ തന്നെ ഓരോ ഭാര്യയ്ക്കും ഭർത്താവിനും അവർ പരസ്പര പൂരകങ്ങളായ വ്യക്തികളാണെന്ന നിലയ്ക്ക് ദൈവം കണ്ടുപിടിച്ച ഇണയാണെന്നുള്ള എന്തുകൊണ്ട് തന്നെ അവർ തമ്മിൽ എന്നും അന്ത്യം വരെ നീണ്ടു നിൽക്കേണ്ട വിശ്വസ്തതയുടെ ആവശ്യകതയുണ്ട്. ദ ഫെയ്ത്ത്ഫുൾനെസ്. തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയും അവരുടെ ദാമ്പത്യ ജീവിതത്തിന് ഭംഗം വരുത്തുന്ന വിധത്തിൽ കടന്നു വരാൻ പാടില്ല. എ ട്രൂ മാരേജ് ഈസ് മെയ്ഡ് ബൈ 3 persons എന്ന് പറയാറുണ്ട്. ഭാര്യയും ഭർത്താവും ദൈവത്തിൻ്റെ സാന്നിധ്യവും. ഈ സാന്നിധ്യമാണ് വിശ്വസ്തതയോടുകൂടെ ജീവിതാന്ത്യം വരെ അവരെ നയിക്കേണ്ടത്. വിവാഹ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ 4ാമത്തെ കാര്യം ജീവിതത്തിലെ വിട്ടുവീഴ്ച മനോഭാവമാണ്.
പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, പരസ്പരം ത്യാഗമെടുക്കുവാനുള്ള മനോഭാവവും. ഒരുപക്ഷേ ഓരോരുത്തർക്കും സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളുണ്ടാകാം. പക്ഷേ കുടുംബജീവിതത്തിൽ ഈ സ്വാർത്ഥതയും സ്വന്തമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വെടിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയുടെ ആഗ്രഹം, എൻ്റെ ജീവിത പങ്കാളിയുടെ ഇഷ്ടം, അതനുസരിച്ചുള്ള ഒരു പുതിയ ജീവിതമായിരിക്കണം നടത്തേണ്ടത്. അങ്ങനെയുള്ള ദാമ്പത്യ ബന്ധങ്ങളിൽ എന്നും സ്നേഹവും ധാരണയും ഐക്യവും കൂട്ടായ്മയും നിലകൊള്ളും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, പ്രധാനമായി ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചുള്ള പ്രാർത്ഥന, രണ്ടാമത്തേത് ജീവിതാവസാനം വരെയുള്ള ആ വിശ്വസ്തത, മൂന്നാമതായി പരസ്പരമുള്ള ഡയലോഗ്, ആശയവിനിമയം, നാലാമതായി ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്, വിട്ടുവീഴ്ച. അങ്ങനെയുള്ള കുടുംബങ്ങൾ തീർച്ചയായും ഏതൊരു പ്രതിബന്ധവും പ്രശ്നങ്ങളും കടന്നു വന്നാലും ഉറച്ചു നിൽക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ക്രിസ്തുവിനെ അതിഥിയായി സ്വീകരിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ ആ അതിഥിയാണ്, അവർ ക്ഷണിച്ചു വരുത്തിയ യേശുവാണ് അവർക്ക് കൃപാവരത്തിന് വീഞ്ഞ് സമൃദ്ധമായി നൽകിയത്. യേശുവിനെ നമ്മുടെ ഭവനങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുത്തതുപോലെ, യായിരൂസിൻ്റെ കൊച്ചുമകൾക്ക് പുതിയ ജീവൻ കൊടുത്തതുപോലെ സൗഖ്യവും പുതിയ ജീവിതവും കുടുംബത്തിൽ നിലനിൽക്കും. അവിടത്തേക്ക് ആഗ്രഹം നമ്മുടെ വിരുന്നുമേശകളിൽ കൂടെ ഇരുന്ന് കാണാനാവാത്ത ഒരു അതിഥിയായി കൂടെ ഉണ്ടാകുവാനാണ്. എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ സാന്നിധ്യം അവരുടെ കണ്ണുകൾ തുറപ്പിക്കുകയും ഹൃദയത്തെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുകയും ചെയ്തതുപോലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അനുഗ്രഹവുമായി മാറുക യേശുവിൻ്റെ അദൃശ്യ സാന്നിധ്യമാണ്. നമുക്ക് യേശുവിനെ കുടുംബത്തിൻ്റെ അതിഥിയായി, അംഗമായി എന്നും ക്ഷണിച്ചു വരുത്താം. ഫലദായകമായ മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച വൃക്ഷങ്ങൾ പോലെ, അത്തിവൃക്ഷങ്ങൾ പോലെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന കുടുംബങ്ങളാക്കി മാറ്റാം. സഖ്യവൂസിൻ്റെ അനുഭവം പോലെ രക്ഷ കടന്നു വരുന്ന കുടുംബങ്ങൾ നമുക്കുണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. ദമ്പതികൾ എല്ലാവരും എല്ലാറ്റിലും ഉപരിയായി അങ്ങയുടെ വിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയുവാനും പരസ്പരം ആശയവിനിമയം ചെയ്തുകൊണ്ട് വിശ്വസ്തതാപൂർവം പരസ്പരം ത്യാഗമെടുത്തുകൊണ്ട് ജീവിക്കുവാനും വരം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നസ്രത്തിലെ ആ കൊച്ചു കുടുംബം പോലെ സ്വർഗതുല്യമായ അനുഭവത്തിൽ കാത്തുകൊള്ളണമേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.